നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും സംയുക്തമോ ഒറ്റയ്ക്കുള്ളതുമായ ആക്രമണം ഏത് സമയത്തും വരാമെന്നും ഇത് സംബന്ധിച്ച് അമേരിക്കയുമായി കൂടിയാലോചനകൾ നടത്തിയെന്നും ഇസ്രായേലി പത്രമായ ദെയോത്ത് അഹ്റോനോത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് എപ്പോൾ എവിടെ വെച്ചാകും തിരിച്ചടി കിട്ടുക എന്ന കാര്യത്തിലാണ് ഇസ്രായേലിന് ആശങ്ക. ഇറാന്റെ പ്രതികരണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യമായി നടക്കുന്നുണ്ടെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവിധ സാഹചര്യങ്ങൾക്കും തയ്യാറെടുക്കാൻ ഇസ്രായേലി മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധത്തിലേക്ക് തന്നെ എത്തിയേക്കാമെന്നും രാജ്യത്തെ ഏത് സ്ഥലവും ലക്ഷ്യമിടുമെന്നാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. കേവലം സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഇസ്രായേലിനെതിരെ ഒരു വലിയ ആക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുകയാണെന്ന വികാരം ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവയ്ക്കുന്നതായും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. സമാനമായ അഭിപ്രായങ്ങളാണ് മറ്റ് ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെത്തിയ ഹനിയ ജൂലൈ 31-നാണ് കൊല്ലപ്പെടുന്നത്. പിന്നിൽ ഇസ്രായേലാണെന്ന് ഹമാസും ഇറാനും ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിലെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫൗദ് ഷുക്കൂറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഹനിയയ്ക്ക് നേരെയുള്ള ആക്രമണവും. ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ഡൈഫിനെയും വധിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയതുല്ല ഖമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ ഉടൻ ആക്രമണം നടത്തുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം യുദ്ധത്തിലെത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ പൗരന്മാരുടെ ലെബനൻ വിടാൻ യുഎസ് അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലഭ്യമായ യാത്രാ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി എത്രയും വേഗം ലെബനനിൽ നിന്ന് മാറാനാണ് നിർദ്ദേശം. അതിനിടെ ഗാസയിലെ യുദ്ധം 10ാം മാസത്തിലേക്ക് അടുക്കുമ്പോഴും ഹമാസിന്റെ കരുത്ത് ഒട്ടും ചോർന്നിട്ടില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം 300 ദിവസം പിന്നിട്ട വേളയിൽ ഗാസയിൽ CNN നടത്തിയ അന്വേഷണത്തിലാണ് ഹമാസിനെ അവരുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി വിശദമാകുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും അതിന്റെ സൈനിക ശേഷി ഉടൻ നശിപ്പിക്കുമെന്നും വിജയം തൊട്ടുമുന്നിലുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നതിനിടയിലാണ് ഹമാസിന്റെ കരുത്തിനെ പറ്റിയുള്ള CNN റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം അനിശ്ചിതമായി നീളുകയാണ്. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും സൈനിക പ്രസ്താവനകൾ, ഗാസയ്ക്കുള്ളിൽ നിരവധി ഹമാസ് യൂണിറ്റുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന അഭിമുഖങ്ങളും ദൃക്സാക്ഷികളുടെ പ്രതികരണ വീഡിയോകളും ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട്. ഹമാസിനെ തുരത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന ഇടങ്ങളിലൊക്കെയും അവർ ശക്തമായി തിരിച്ചുവരികയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വടക്കൻ മധ്യ ഗാസയിലെ സൈനിക ശേഷി ഹമാസ് കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന മിക്ക ബറ്റാലിയനുകളെയും ഹമാസ് പുനർജീവിപ്പിച്ച് യുദ്ധ സജ്ജമാക്കിയിട്ടുണ്ട്. ജൂലൈ 1 കണക്കനുസരിച്ച് യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിന്റെ 24 ഗസ ബ്രിഗേഡ് ബറ്റാലിയനുകളിൽ 3 എണ്ണത്തിന് മാത്രമാണ് ഇസ്രായേലിന് പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞത്. ഇസ്രായേൽ സൈനികർക്കെതിരെ യുദ്ധം ചെയ്യാൻ സജ്ജമായ 8 ബറ്റാലിയനുകളാണ് ഉള്ളത്. 13 ബറ്റാലിയനുകൾ ഗറില്ല മോഡൽ ആക്രമണം നടത്താൻ ശേഷിയുള്ളതും. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.